എറണാകുളം ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് ഉദ്യോഗസ്ഥ വീഴ്ച കാരണമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് 24നോട്. ജില്ലാ വരണാധികാരിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ചട്ടങ്ങൾ പാലിച്ചില്ല. ആലങ്ങാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി ഷെറിനയുടെ സ്ഥാനാർത്ഥിത്വവും നിഷേധിക്കാൻ മന്ത്രി P രാജീവിന്റെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടായെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അവർ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അവരെ പിന്താങ്ങുന്ന ആൾ അവരുടെ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ ഇയാൾ തന്നെ മതിയില്ലേ എന്ന് അവരോട് ചോദിച്ചു. തെരഞ്ഞെടുപ്പിന് അവിടെ ഇരിക്കുന്ന കളക്ടറുടെ ചേംബറിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട്. അവരത് വെരിഫൈ ചെയ്തു. അവർ വോട്ടർ പട്ടിക വെരിഫൈ ചെയ്തു. അവരത് പറയേണ്ടതായിരുന്നു. ഇന്ന ആൾക്ക് പിന്താങ്ങാൻ കഴിയില്ല, വേറൊരാളെ നിങ്ങൾ പിന്താങ്ങണം എന്ന് പറയേണ്ടതിന് പകരം അവർ പറഞ്ഞു ഇയാൾ തന്നെ മതി, പിന്താങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് അവിടെ വച്ചിട്ടാണ് സൈൻ ചെയ്യിക്കുന്നത്. പിന്താങ്ങുന്ന ആൾ നോമിനേഷൻ പേപ്പറിൽ ഒപ്പിടുന്നത്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായി മനസ്സിലാക്കി അവരോട് പറയേണ്ടതായിരുന്നു. അവർ ഈ പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്താൽ അവർ ഖാദി ബോർഡിലെ ജീവനക്കാരിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ മന്ത്രി വിളിച്ചാണ് ഇതെല്ലാം പറയുന്നത്. മന്ത്രിയുടെ ഒത്താശയോടുകൂടി ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നത് ഈ ജനാധിപത്യത്തിന് ഗുണകരമാണോ? ആ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള യോഗ്യതയെപ്പോലും അവരുടെ അവകാശത്തെപ്പോലും ഹനിക്കുന്ന രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തി ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.